ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു വിഷയം സൗന്ദര്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡെർമറ്റോളജിസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റ് സൗന്ദര്യവൽക്കരണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിൽ കൂടുതലായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റ്, എ ക്വാളിഫൈഡ് ഡോക്ടർ, കോസ്മെറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിൽ ഹയർ സ്റ്റഡീസ് ചെയ്ത് അതിലേക്ക് വന്നിരിക്കുന്ന ഒരു ഡോക്ടറാണ് എന്നോടൊപ്പം ഉള്ളത്. ഷീ ഈസ് നിലോഫർ ഫാത്തിമ ഫ്രം തൃശ്ശൂർ ലാഫെം. അത് മാഡത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ കോസ്മെറ്റിക് പറയുന്നത് വളരെ സങ്കീർണമായൊരു വിഷയം, ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു വരുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും അല്ലേ, ഒരുപാട് പേര് ഒരുപക്ഷെ നമ്മളെല്ലാവരും തന്നെ സൗന്ദര്യം തേടി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ കുറേ വർഷമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുക, ഏറ്റവും കൂടുതലായി ക്ലയൻസ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകളാണെങ്കിൽ കഴിയുന്നതും അവരൊരു നിറം വെക്കുന്ന കാര്യത്തിലായിരിക്കും കൂടുതൽ അവരുടെ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അവർക്കൊരു സംശയങ്ങളൊക്കെ ഒന്നും ഉണ്ടാവുക. എത്ര വെളുത്താലും എനിക്ക് തോന്നുന്നു കേരളത്തിലത്തെ സ്ത്രീകൾക്ക് മതിയാവില്ല തോന്നുന്നു. പക്ഷെ ഇപ്പം അത് മാത്രമല്ല, ആണുങ്ങളായാലും ഇപ്പോൾ ഒരു വെളുപ്പിനോട് ഇത്തിരി ഒരു ക്രേസ് കൂടുതലായി. പക്ഷേ അത് ഒരു കോസ്മെറ്റിക് അതല്ലാതെ തന്നെ കുറേ ഒരു പിഗ്മെൻറ്റേഷൻ, നമുക്കൊന്ന് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരു വിധത്തിലും ഒരു ശീലമില്ലാത്ത ഒരു നാട്ടുകാരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അതിന് സൺ ഡാമേജസ് കാരണം വരുത്തുന്ന കുറേ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസും, പിന്നെ ഇരട്ടത്താടി, ഒരു സ്കിൻ കോൺടോറിങ് അല്ലെങ്കിൽ ഒരു ഫേസിൻ്റെ ഒരു ഷേപ്പ് മാറ്റുക, ഒരു പെട്ടെന്ന് ഉള്ളൊരു റിസൾട്ട് ഓറിയൻറ്റഡ് കോസ്മെറ്റിക് ഇഷ്യൂസിനോട് താല്പര്യമുള്ള ആളുകളാണ് കൂടുതലും എൻ്റെ ക്ലയൻസ്. ഇന്നിതാ വെളുക്കണം, ഇല്ലെങ്കിൽ നാളെ ഞാനിപ്പോൾ ഇന്ന് ഫിലിം സ്റ്റാർ പോലെ ആവണം, അങ്ങനത്തെ ആൾക്കാരുടെ ഒരു ക്വയറീസാണ് എൻ്റെ ക്ലയൻസ് കൂടുതലും. ഇതൊരു കുറച്ച് പ്രയാസമുള്ളൊരു ഫീൽഡാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ട് ഇന്ന് എനിക്ക് വെളുക്കണം നാളെ വെളുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇസ് ഇറ്റ് പോസിബിൾ? നടക്കുന്ന കാര്യമാണോ? ഓവർനൈറ്റ് അഡ്വർടൈസ്മെൻറ്റ് റിസൾട്ട് ഇല്ല എന്ന് വെച്ചാൽ നാളെ വെളുക്കണം എന്ന് പറയുന്നത് കഴിയുന്നത് ഞാനിരുന്ന് കൗൺസിൽ ചെയ്യും. വെളുപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുറേയൊക്കെ പറ്റും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് നമ്മൾ കൂടുതലും നമ്മുടെ ഒരു സെൻറ്റർ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം. എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ നല്ല രീതിയിൽ ഒരു ശാസ്ത്രീയപരമായിട്ടും ഒരു ഹെൽത്തിയർ വേ ഓഫ് ഒരു സ്കിൻ മെയിൻ്റനൻസ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സൗന്ദര്യം നമ്മൾ കൊടുക്കുന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ എക്കണോമിക്, അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ എന്താ പറയുക, ക്ലൈമറ്റ് മാത്രമല്ലല്ലോ, പിന്നെ അറ്റ്മോസ്ഫിയർ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, പ്രകൃതി എല്ലാം വെച്ചിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഹാനികരമായേക്കാവുന്ന, ഡാമേജസ് ആകാവുന്ന സംഗതികൾ എന്തൊക്കെയായിരിക്കും? ചുറ്റുമുള്ള എല്ലാം തന്നെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തൊട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത രീതി, ഈ സൺ പൊല്യൂഷൻ, എവറിത്തിങ് നമ്മൾ ചുറ്റും നോക്കുന്ന എല്ലാം തന്നെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ. പക്ഷെ അത് തടുത്തു നിർത്താനുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ അത് കൃത്യമായ രീതിയിൽ അത് അറിഞ്ഞ് ഉപയോഗിക്കണം. അല്ലാതെ ടി വിയിൽ കാണുന്നൊരു പരസ്യം കണ്ട് വീഴാതെ ഒരു ഡോക്ടറിന് സഹായം തേടാ, ഇല്ല ഞങ്ങളുടെ അടുത്തേക്ക് വരാം, അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഏത് ഇൻഗ്രീഡിയൻസ് ആണ്, എന്താ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയത്. ഒരു മാർക്കറ്റിൽ ഒരു സ്കിന്നിനെ പ്രത്യേകിച്ച് നോക്കിയിട്ടല്ല ഒരു പ്രൊഡക്റ്റ് ഇറക്കണത്. അതിൽ ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഓരോ സ്കിന്നിനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത് നോക്കി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇന്ന കാര്യം നിങ്ങൾക്കിത് പറ്റും, ഇന്നത് പറ്റില്ല, അത് നോക്കി ഉപയോഗിക്കാൻ അറിയണം. ഇപ്പോഴത്തെ മോഡേൺ നിങ്ങളുടെ ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് പുതിയ അഡ്വാൻസസ് ഉണ്ട്, ഒരുപാട് ടെക്നിക്സ് പുതിയ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു ഹൈഡ്രാ ഫേഷ്യൽ ടെക്നോളജി ഉണ്ട്. US-ന്ന് ഒരു 3-4 കൊല്ലം മുമ്പ് അവിടെ ഇറങ്ങിയൊരു കാര്യമായിരുന്നു. ഇത്രയും നാളത് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നൊരു വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇത്രയും ഒരു അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത്. ഹൈഡ്രാ ഫേഷ്യൽ ഒരു 4-5 സ്റ്റെപ്പാണത്. ഒരു സ്കിന്നിൻ്റെ ഔട്ടർ ലെയർ ഒന്ന് മാറ്റി ഏറ്റവും പുതിയ ഫ്രഷ് സ്കിൻ ഞങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. സോ ദ തിങ് ഈസ് ഒരു ആദ്യം ഒരു ക്ലെൻസിങ് ഉണ്ട്. എല്ലാം മെഷീൻ ഓറിയൻറ്റഡ് ആണ്. നമ്മളൊരു മെഷീൻ ഫിറ്റ് ചെയ്ത് മെഷീൻ ആ സ്കിന്നിലേക്ക് ഫിറ്റ് ചെയ്യണം. ഒരു സ്പൈറൽ ഒരു ടിപ്പ് ഉണ്ട്. ആ ടിപ്പ് വെച്ച് സ്കിന്നിൻ്റെ എല്ലാ പോഴ്സും ക്ലീൻ ചെയ്യണം. ആ പോഴ്സ് ക്ലീൻ ചെയ്തതിന് ശേഷം ഓരോ ആസിഡ്സ് ഉണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ഓരോ പീലിംഗ് ഏജൻസ് ഉണ്ട്. സ്കിന്നിനെ എത്രയും പെട്ടെന്ന് പുതിയൊരു സ്കിൻ താഴ്ത്തുന്ന ഏറ്റവും മേലേക്ക് വരുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു പീലിംഗ് ഏജൻസ് ഉണ്ട്. അത് ഇൻഫ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ഹൈഡ്രേഷൻ കൊടുക്കും. ഇതെല്ലാം വെച്ച് ഹൈഡ്രാ ഫേഷ്യൽ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ പല ഗുണങ്ങളുണ്ട് അതിന്. ഒരൊറ്റൊരു കാര്യമല്ല, നിറം വയ്ക്കും, പിഗ്മെൻറ്റേഷൻ മാറും, റിങ്കിൾസ് പോകും, ആൻറ്റി ഏജിങ് ആണ്, ഒരു പല ഗുണങ്ങൾ ഇൻ എ വെരി അഫോർഡബിൾ റേറ്റ്.
പക്ഷെ ഒരു മനുഷ്യന് നമ്മുടെ ഒരു ജീവിത രീതിയിൽ ഒരു കോമണർ ഒരു സാധാരണക്കാരന് എഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിസ്റ്റമാണ്. സോ വല്ലാതെ ഒരു കോസ്മെറ്റിക് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നില്ല. ലൈക്ക് അതിന് കാശ് കൊടുക്കണം, ഇതിന് കാശ് കൊടുക്കണം. മിക്കതും നമ്മൾ അവെയർ അല്ല, നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവനവനുള്ള കാര്യങ്ങൾ വളരെ ചെറിയ ചെലവിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഹൈഡ്രാ ഫേഷ്യൽ. ഇറ്റ്സ് വൺ ഓഫ് അവർ ബിഗ് ഹൈലൈറ്റ്. പിന്നെ ഉണ്ടല്ലോ ഒരുപാട് പുതിയ പിന്നെ സബ്ലൈം ടെക്നോളജിയാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ലയൻസ് ആണെങ്കിൽ വളരെ തുള്ളിച്ചാടി ഹാപ്പി ആയിട്ട്, കാരണം ഇരട്ടത്താടി ഇല്ലെങ്കിൽ ഇവിടെ ഒരു പഫിനെസ്സോ ഒരു കുഴി പോലെ എന്തെങ്കിലും തോന്നുന്നത്, ഒരു 1 ടൈം ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് റിസൾട്ട് വരും. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ക്ലയൻസിന് ഒരു ഭാഗം ചെയ്ത് കൊടുത്തിട്ട് കണ്ണാടിയിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ടഗ്ഡ് ഇൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇരട്ടത്താടിയൊക്കെ ഉള്ളവർക്ക് അപ്പോൾ ഈ ഒരു ഭാഗം അങ്ങനെ പെട്ടെന്ന് തന്നെ ഉള്ളിൽ പോകുമ്പോൾ അവരെന്നെ ഇറ്റ്സ് ഓൾ നോൺ സർജിക്കൽ. എല്ലാം സർജറി അല്ലാതെ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നിന്റെ സ്വഭാവ രീതി മാറ്റുകയാണ് അവിടെ ഫാറ്റ് വന്ന് അടിയാണ്ടിരിക്കാൻ. ദാറ്റ് ഈസ് ദ ടെക്നോളജി. ഈ സ്കിന്നിൻ്റെ വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കുമല്ലോ. വെരി മച്ച്. അപ്പം നേരത്തെ പറഞ്ഞു ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്കിന്നിന് ഹാനികരമായേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്താവുന്ന വളരെ ചെറിയ, അതായത് ആർക്കും ചെയ്യാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാവാം സ്കിന്നിന്? എക്സസൈസ് ചെയ്യുക. ഫസ്റ്റ് ടൈം കേരളത്തിൽ ഇപ്പോൾ അടുത്തൊരു ന്യൂസിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പൊണ്ണത്തടി ഉള്ളതെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നല്ലതായിരിക്കും. ലൈക്ക് ഭക്ഷണ രീതി മാറ്റാം. ഇപ്പം പ്രോട്ടീൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിക്കാൻ അറിയണം. എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്നവരും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അത് സ്കിന്നിന് ഓക്സിജൻ സപ്ലൈ കൂടും, സ്കിന്ന് ഗ്ലോ ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അധികം വല്ലാതെ ചെയ്യാന്നല്ല, ഒരു മിതമായ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. ഒരു സൺ എക്സ്പോഷർ വരുന്ന ഇപ്പോൾ ഒരു മോർണിംഗ് 9 to ഒരു സേ അബൌട്ട് 3 o'clock, രാവിലെ 9 തൊട്ട് 3 മണിയുള്ള ഒരു സൺറൈസ് എക്സ്പോസ് ചെയ്യുന്ന ഒരു ജോബാണ് നമ്മുടെ വെച്ചാൽ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഒരു SPF 50 എന്നുള്ളൊരു കണക്കിൽ ഏത് ബ്രാൻഡും ആവട്ടെ അത് ഉപയോഗിക്കണം. അങ്ങനത്തെ ഒരു ചില രീതികൾ ചിട്ടകൾ വരുത്തിയേ പറ്റൂ. വെള്ളം കുടിക്കുക, നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം ഇറ്റ് ഹൈഡ്രേറ്റ്സ് യുവർ സ്കിൻ, ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യും, സ്കിൻ ഫ്രഷ് ആവും, സ്കിൻ കുറച്ചും കൂടെ റിന്യൂ ചെയ്യാൻ അത് പുതിയ ഒരു സൈക്കിളാണ്, ഈ പ്രൊസീജിയറാണ്. ആദ്യം പുറമേ ഒരു സ്കിന്ന് വരും, അതൊരു ഡെഡ് സെൽസ് ആണ്, അത് പോയി ബാക്കിലൊരു പുതിയ സ്കിന്നാണ്, അത് മുന്നോട്ട് വരണം. അതൊക്കെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സ് പ്ലസ് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ ഡോക്ടർ, ഞാൻ കോസ്മെറ്റിക് ഇതിനെക്കുറിച്ച് ഡെർമറ്റോളജിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 പറഞ്ഞു. ഇനിയും എന്തെങ്കിലും ഉണ്ടോ? ഇത് 2 ഉള്ളോ? കുറേ ഉണ്ട്. ഇപ്പോൾ ഹെയറിന് വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ലേസർ കോംബ് അല്ലെങ്കിൽ ലേസർ ഹെൽമെറ്റ് എന്നുള്ളൊരു ടെക്നോളജി ഉണ്ട്. ലേസർ കോംബ് വെച്ചാൽ ലേസർ ഒരു മുടിയുടെ ചീർപ്പ് ഒരു ലേസർ ചീർപ്പാണ്. അതിലേക്ക് ഞങ്ങളുടെ മെഡിസിൻസ് ഇൻഫ്യൂസ് ചെയ്യണം, എന്നിട്ട് മുടി ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു LED ടെർമിനൽസ് വെച്ചിട്ട് സ്കിന്നിൻ്റെ സ്കാൽപ്പ്, തലയിലത്തെ സ്കാൽപ്പ് മസാജ് ചെയ്ത് അതിൻ്റെ ഒരു മരുന്ന് സ്കാൽപ്പിനുള്ളിൽ കയറി ഒരു ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യും. ഇത് വീട്ടിൽ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ വി വുഡ് പ്രിഫർ ഞങ്ങൾ അവർ എപ്പോഴും ക്ലിനിക്കിൽ വന്ന് ചെയ്യാനായിരിക്കും. കാരണം ടെക്നിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ട വേഗം വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാൻ പറ്റും തോന്നുമില്ല. പക്ഷെ നമ്മൾ തന്നെ ഒരു മെഡിസിൻ്റെ കോൺസെൻട്രേഷനൊക്കെ ഓരോ വട്ടം ഓൾട്ടർ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതേപോലെ ഒരു ലേസർ ഹെൽമെറ്റ്, ഇതേപോലെ അതിൻ്റെ ഒരു ബിഗർ വേർഷൻ, ഒരു വലിയൊരു വേർഷൻ. ഇത് ചീർപ്പ് പോലെ, മറ്റേതൊരു ഹെൽമെറ്റ് പോലെ, ബൈക്കിൻ്റെ ഒരു ഹെൽമെറ്റ് പോലെ ഇരിക്കും. അതിലേക്ക് മെഡിസിനും ഈ സെയിം ടെക്നോളജീനെ ഒരു ബിഗർ വേർഷനിൽ വരുന്നു. അതാണ് മുടിനെ സംബന്ധിച്ച്. വി ഹാവ് അനദർ ഇൻട്രസ്റ്റിംഗ് തിങ്. നമ്മുടെ ക്ലിനിക്കിൽ ഒരു ഓസ്ട്രിയ എന്നുള്ളൊരു ഹെയർ എക്സ്റ്റൻഷൻ ടെക്നോളജി ഉണ്ട്. 1 മണിക്കൂറിനുള്ളിൽ എത്ര വോള്യൂം, എത്ര ഹെയർ തിക്നെസ്, എത്ര ഹെയർ ലെങ്ത് വേണോ അത് നമ്മൾ വെച്ച് കൊടുക്കും. അത് വിഗല്ല, പക്ഷെ ഇറ്റ്സ് എ കോസ്മെറ്റിക് എസ്തെറ്റിക് വശങ്ങളാണ് അതൊക്കെ. അതായത് മുടി കൂടുതലുണ്ടെന്ന് തോന്നിപ്പിക്കും. യെസ്, തോന്നിപ്പിക്കും. അപ്പോൾ അത് എത്ര സമയം എടുക്കും അത് ചെയ്യാൻ? 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ മുടി ഒരുപാടുള്ളതായിട്ട് തോന്നി. എന്നെ പോലുള്ളവർക്ക് നല്ലതായിരിക്കും. ഓ യെസ്, ഞങ്ങൾ കഴിയുന്നതും അത് ഫീമെയിൽസിനാണ് കൂടുതൽ, സ്ത്രീകളെയാണ് ഞങ്ങൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഹെയർ, കാരണം ഹെയർ ആണുങ്ങൾ എത്ര കഷണ്ടി ആയാലും ബാക്കിൽ കഷണ്ടി ആവില്ല. അത് 2 ഹോർമോൺസ് ആണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിലും ബാക്കിലത്തെ മുടി എടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് വെക്കുക. അതേ അതുകൊണ്ടാണ് ഫീമെയിൽസിന് ഇവിടെ കൂടുതൽ ഹെയർ ഫോൾസ് വരുന്നു.
എല്ലാ ആണുങ്ങളെ പോലെ തന്നെ. അപ്പോൾ ഹെയർ അവർ നീട്ടം വെക്കണുണ്ടാവില്ല കുറേ പേർക്ക്. എല്ലാവർക്കും കുറേ മുടി വേണം എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ബ്യൂട്ടീഷ്യൻ സൈഡിൽ വരുന്ന കാര്യങ്ങളാണ്. ആ ഒരു സ്റ്റൈൽ ഓഫ് കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. യു ആർ എ ക്വാളിഫൈഡ് ഫിസിഷ്യൻ. ഡെർമറ്റോളജിസ്റ്റ് ആണ്. അപ്പം അങ്ങനെ ഒരാൾ ഇങ്ങനൊരു ഫീൽഡിലേക്ക് വരികയും ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? അത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അതുപോലെ ക്ലയൻസിന് എന്ത് ബെനിഫിറ്റാണ് കൊടുക്കാൻ പറ്റുക? ഞാൻ കോസ്മെറ്റിക് കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ട്. ഇതിനോടുള്ള ഒരു ഫാസിനേഷൻ, പാഷൻ കാരണമാണ് ഞാൻ ഡെർമറ്റോളജി കഴിഞ്ഞിട്ട് ഞാൻ ഇതിനോട് പോയത്. എത്ര പെട്ടെന്ന് ആൾക്കാരിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. പല കാര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഫെയർനെസ് ആയാലും, ഇപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനത്തെ സൊല്യൂഷൻസ് ആയാലും, മുടിയുടെ സൊല്യൂഷൻസ് ആയാലും, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരെയും ഭംഗിയാക്കാൻ പറ്റും. അതേപോലെ കോസ്മെറ്റിക് കെമിസ്ട്രിയും കൂടെ പഠിച്ചപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവർക്കും വേണ്ട. കറക്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കറക്റ്റ് ആ സ്കിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലായി. അത് നമ്മുടെ നാട്ടിലോട്ട് അത് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് പുറമെ അമേരിക്കൻ UK എന്നൊക്കെ പഠിച്ചിട്ട് ഞാൻ തിരിച്ചിവിടെ വന്നത്. വന്നിട്ട് നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് എൻ്റെ അഡ്വാൻറ്റേജസ് ഈ ബ്യൂട്ടീഷ്യൻസിനെക്കാട്ടും കുറച്ചും കൂടെ ഹയർ ക്വാളിഫൈഡ് ആണ് ഞാൻ. കോസ്മെറ്റിക് കെമിസ്ട്രി പഠിച്ചതുകൊണ്ട് ഓരോ കെമിക്കൽ ആ കോമ്പണൻറ്റ് എങ്ങനെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാം. സോ എല്ലാം കൂടി ബെറ്റർ റിസൾട്ട് ഓറിയന്റഡ് ആണ്. വളരെ വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ സയന്റിഫിക് ആയിട്ട് എനിക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഈ പൊതുവെ ഈ കോസ്മെറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഈ മുഖം സൗന്ദര്യം ഇതിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഫേസ് ലിഫ്റ്റിംഗ്. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അതെന്താണ് സംഭവം? ഫേസ് ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രോഡായിട്ടിരിക്കുന്ന ഒരു വട്ടമുഖത്തിൻ്റെ ജോ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇപ്പോൾ വോഗ്, മാരി ക്ലെയർ അല്ലെങ്കിൽ ഒരു ഫിലിം ഫെയറോ നമ്മുടെ മോഡൽസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു താടി വളരെ പ്രോമിനൻ്റ് ആവണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് മാത്രം കറക്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നോൺ സർജിക്കലാണ്, ഒക്കെ അത് കറക്റ്റ് ചെയ്തെടുക്കാം. അതേപോലെ ഫേസ് ലിഫ്റ്റ് ഈ ഏജ് ചെയ്യും തോറും സ്കിന്ന് തൂങ്ങും, സാഗിങ്. അത് തൂങ്ങി തുടങ്ങുമ്പോൾ ആ ഒരു ഫേസ് ലിഫ്റ്റ് ഒരു വളരെ ബ്രോഡായിട്ടുള്ളൊരു വാക്കാണത് ഫേസ് ലിഫ്റ്റ്. അതിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. യു ലുക്ക് മച്ച് യങ്കർ, വളരെ പ്രായം കുറഞ്ഞ പോലെ തോന്നും. അല്ല, ഞാൻ ചോദിച്ചത് അവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. വി ഹാവ് ലോട്ട് ഓഫ് ടെക്നോളജി ഫോർ ദാറ്റ്. അത് ഒരു ടെക്നോളജി മാത്രമല്ല. ഇപ്പോൾ ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിൽ ഞങ്ങൾ സബ്ലൈം ടെക്നോളജി ഉപയോഗിക്കും. ഒരു വലിയ ഒരു ഈ വശത്തുള്ള ഒരു തടിപ്പ് അല്ലെങ്കിൽ ബോഡിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതൊരു എക്സലസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ആണ്. അല്ലെങ്കിൽ ഒരു ക്രയോലൈപ്പോ ഫാറ്റ് ഫ്രീസ് ചെയ്തിട്ട് ലിംഫാറ്റിക് വഴി ഡ്രെയിൻ ചെയ്ത് പോണൊരു സിസ്റ്റമാണത്. സോ എവിടെയൊക്കെ എങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കണം അത് നമ്മുടെ വഴിയുണ്ട്. അതുപോലെ കേൾക്കുന്ന ഒരു വാക്കാണ് ബോട്ടോക്സ്. ഒരുപാട് ഫിലിം സ്റ്റാർസും അവർ ഉപയോഗിക്കുന്ന സംഗതിയാണെന്നൊക്കെ പറഞ്ഞ് അതെന്താ സംഭവം? ബോട്ടോക്സ് ഒരു കോമ്പണന്റ്, ഒരു കെമിക്കൽ കോമ്പണന്റ് ഇഞ്ചെക്ട് ചെയ്യാണ്. ഇപ്പൊ സ്കിന്നിപ്പോൾ ചുളിഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് വിടർത്തും, തേക്കുന്നത് പോലെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു ഡ്രസ്സിന്റെ ചുളിവ് നമ്മൾ തേക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽക്കൊന്ന് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിങ്ങനെ പിടിച്ചു നിൽക്കും. ബോട്ടോക്സും ഫില്ലേഴ്സും അതിന് മേലെ ഇപ്പോൾ ഒരു ഹയർ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഈ ബോട്ടോക്സും ഫില്ലേഴ്സ് ഇഞ്ചെക്റ്റബിൾ ആണ്. അതിനോട് താല്പര്യം നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്നേ പറയുള്ളൂ. ഇഞ്ചെക്റ്റബിൾ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ കൗൺസിൽ ചെയ്ത് അതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാനിന്നും പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ അതല്ലാതെ ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഞ്ചെക്റ്റബിൾ ആൻഡ് നോൺ ഇഞ്ചെക്റ്റബിൾ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. എല്ലാം ഈ ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ റിങ്കിൾസിനെ ടാർഗറ്റ് ചെയ്യാം. ആന്റി ഏജിങ്, മെയിൻലി ആന്റി ഏജിങ് കറക്ഷൻ ആണ് ഇതൊക്കെ. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലേസറിൻ്റെ ഉപയോഗം പൊതുവേ സ്കിന്നിൻ്റെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾക്ക് ലേസർ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ തന്നെ ഇപ്പോൾ 2 ഇൻസ്റ്റൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലേസർ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം. അപ്പം ഈ സ്കിൻ ടാഗ് എടുക്കാനുള്ള ഈ ലേസർ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ദോഷമുണ്ടോ? അതോ ലേസർ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ലേസറിന് അങ്ങനെ സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. അത് വെറുതെ ഒരു മിസ്കോൺസെപ്റ്റ് ആണത്. ലേസർ ഒരിക്കലും ഒരു രണ്ടാമത്തെ ലെയർ ഓഫ് സ്കിന്നിൽക്കൊന്നും അടിയിൽ പോവുകയില്ല. വളരെ ഇപ്പോൾ ഹെയർ റിമൂവൽ ലേസർ, അമിതമായിട്ടുള്ള മുടി വളർച്ച, ഇപ്പോൾ ഹാൻഡ്സോ ഇപ്പോൾ ആൻഡ്രാംസ്, അപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്ത ഏരിയയിലുള്ള ഒരു മുടി വളർച്ച ഓൾമോസ്റ്റ് പെർമനൻ്റ്ലി പോവും ഒരു ലേസറും. അപ്പോൾ കറക്റ്റ് ആ ഒരു ഹെയർ ഫോളിക്കിളിനെ ടാർഗറ്റ് ചെയ്യും. അല്ലാതെ വേറെ സ്കിന്നിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും അത് ഒരു വിധത്തിലും എഫക്റ്റഡ് ആവണില്ല.
അപ്പോൾ ഇപ്പോൾ ഹെയർ റിമൂവൽ ലേസേഴ്സ് ആണ് വളരെ കോമൺ ആൻഡ് മോസ്റ്റ് പോപ്പുലർ. അതല്ലാതെ തന്നെ ലേസറിനെ കൊണ്ട് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് മാർക്ക് അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ, ഒരു സ്കാർ റിമൂവൽ, അതെല്ലാം ലേസർ വെച്ച് റിമൂവ് ചെയ്യാവുന്നുള്ളൂ. സ്കിന്നിന് ഇപ്പോൾ ലേസർ അല്ലാതെ തന്നെ ഒരു നീഡ്ലിംഗ് പ്രൊസീജിയർ എന്നുണ്ട്. ഇപ്പോൾ ലേസർ മാത്രമാണ് എല്ലാവരും കേൾക്കുന്നത് പുറത്തേക്ക്. അപ്പോൾ അല്ലാണ്ട് നീഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ടെക്നോളജി പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്കിന്നിനെ ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. നീഡിൽ വെച്ച് പങ്ക്ചർ ചെയ്യും. അപ്പോൾ സ്കിന്നിൻ്റെതായ സ്വഭാവം എന്ന് വെച്ചാൽ അതിന് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു വീണിട്ട് മുറിഞ്ഞു, സ്കിന്ന് തന്നെ റിപ്പയർ ചെയ്യുന്നുണ്ട്. സ്കിന്ന് റിപ്പയർ ചെയ്ത് വരുമ്പോൾ എപ്പോഴും അവിടെ ശ്രദ്ധിച്ചാൽ നല്ല സ്കിന്നായിരിക്കും. അത് സെയിം ടെക്നോളജിയാണ് ഞങ്ങളും അവിടെ ചെയ്യുന്നത്. ഒരു നീഡിൽ വെച്ച് ഞങ്ങൾ പഞ്ചർ ചെയ്ത് ആദ്യം ഡാമേജ് ചെയ്യും. സ്കിന്ന് റിപ്പയർ ചെയ്ത് വരുമ്പോൾ പെർഫെക്റ്റ് സ്കിൻ. നോർമൽ റിപ്പയർ കൊടുക്കും. നോർമൽ റിപ്പയർ സ്കിന്ന് തന്നെ ചെയ്യും. പക്ഷെ ഒബ്വിയസ്ലി നമ്മളത് സൂപ്പർവൈസ് ചെയ്യും. നമ്മൾ ക്ലിനിക്കിൽ ഇപ്പോൾ ഒരു സ്കിൻ റിപ്പയറിങ് നമുക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും. ഒരു 2 വീക്കിനുള്ളിൽ വി ആസ്ക് ദം ടു കം ബാക്ക്. തിരിച്ച് ഞങ്ങളുടെ ക്ലിനിക്കിൽ 5ാമത്തെ ദിവസം ഒന്ന് വരണം. ഞങ്ങളൊരു ഫോളോ അപ്പ് ഒക്കെ കൊടുക്കും. പക്ഷെ there are so many things like that. ഒരു ലേസർ മാത്രമേ, ഒരു നീഡ്ലിംഗ് പ്രൊസീജിയറും അത്രയും തന്നെ ഒരു വളരെ ഇപ്പൊ പൊന്തി വരുന്ന ഒരു ടെക്നോളജിയാണത്. ഓക്കെ, ഡോക്ടർ, ഈ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ചോദിക്കുക. ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാവരും കോസ്മെറ്റിക്സ് ഉപയോഗിക്കും. പ്രത്യേകിച്ചും ലേഡീസ് കൂടുതൽ ഉപയോഗിക്കും, ജെൻസ് കുറച്ച് ഉപയോഗിക്കും എന്നാണ് പണ്ടത്തെ കൺസെപ്റ്റ്. ഇപ്പം ജെൻസും ലേഡീസും ഒരുപോലെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പല കോസ്മെറ്റിക്സും ചില ആൾക്കാർക്ക് അലർജിക്ക് ആയിരിക്കുക, അലർജിക്ക് റിയാക്ഷൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെ ഒരു നല്ല കോസ്മെറ്റിക് തിരഞ്ഞെടുക്കും? ഞാൻ എന്നും എൻ്റെ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഫ്രണ്ട് നോക്കല്ലേ ബാക്ക് നോക്കൂ, ഇൻഗ്രീഡിയൻസ് നോക്കൂ. ഇൻഗ്രീഡിയൻസിൽ എന്താ ഉള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു ഫേസ് വാഷ് എന്ന് വെച്ചാൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ്സ് ഒക്കെ ഞാനവിടെ ബാൻ ചെയ്തു എന്നേ ഞാൻ പറയുള്ളൂ. അവിടെ ഇന്ന കാര്യം ഇപ്പോൾ ഇല്ലെങ്കിൽ ഇതിലൊരു പഴമക്കാർ പറയും പയറുപൊടി ഇല്ലെങ്കിൽ കടലപ്പൊടി, അതൊക്കെ ശരിക്കും എനിക്ക് ഒരു വിധത്തിലും എൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എൻ്റെ ഒരു നോളജിന് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വിധത്തിൽ അത് സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ക്ലൈമറ്റിന് ഒരിക്കലും അത് പറ്റൂല. അപ്പം അത് അവർ കൗൺസിൽ ചെയ്യണം. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻഗ്രീഡിയൻസ് അറിയണം. നമ്മുടെ സ്കിന്ന് ആദ്യം അറിയണം. നമ്മുടെ സ്കിന്ന് ശരിക്കും എന്താന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം അറിഞ്ഞിരിക്കണം. അതെങ്ങനെ അറിയാൻ പറ്റും? ഞങ്ങളുടെ എൻ്റെ അടുത്ത് തന്നെ വരണം. ഇല്ല, എൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാനും എൻ്റെ എൻറ്റയർ ടീം ഇപ്പോഴും പഠിച്ചു. കാരണം ഞങ്ങൾ കുറേ സെലിബ്രിറ്റി ക്ലയൻസ് ഉണ്ട്. അവർ തന്നെ വന്ന് കുറേ ടിപ്സ് ഞങ്ങൾ തരുമ്പോൾ അത് ശരിയാണല്ലോ, ഞങ്ങൾ തന്നെ പറയും ശരിയാണല്ലോ. ഇനി ഞങ്ങൾക്ക് തന്നെ ഉണ്ട്, ഞങ്ങളുടെ ഒരു സെലിബ്രിറ്റി ഞങ്ങളുടെ വെയിറ്റിംഗ് ലൗഞ്ചസിലൊക്കെ തന്നെ ഞങ്ങളുടെ TVസിൽ ഒരു സെലിബ്രിറ്റീസ് ഞങ്ങളുടെ തന്നെ ക്ലയൻസ് അവർ തന്നെ ടിപ്പ് കൊടുക്കണ ചില ഫാസിനേഷൻസ് ഉണ്ട് ഞങ്ങളുടെ സെൻറ്റേഴ്സിൽ. ഇന്നത് ചെയ്താൽ മതി, ഇന്നത് ചെയ്യും. അപ്പോൾ ഒരു സോർട്ട് ഓഫ് മെഡിക്കൽ മാത്രമല്ല, we take inputs from a lot of experienced celebrities. അപ്പോൾ അവർ ഇങ്ങനത്തെ ഈ സ്കിൻ ഇഷ്യൂസ് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങൾ ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കിന്നിനെ ഞങ്ങൾ അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഡോക്ടർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ ഇന്നത് ഇവിടെ കറക്റ്റ് ചെയ്യണം, അവിടെ ഇതൊക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും പറയില്ല ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആ ബ്രാൻഡ് എടുത്താൽ മതി കാര്യങ്ങൾ തീർക്കും എന്നുള്ളത് ഇല്ല. അതൊക്കെ മെയിൻ്റനൻസിന് ഹെൽപ്പ് ചെയ്യും. ട്രീറ്റ്മെൻറ്റ് വളരെ സ്പെസിഫിക് ആയി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് തന്നതിന് ശേഷം ഞങ്ങൾ പറയും. അപ്പോൾ അത് കൃത്യമായി ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു ഇതൊരു ടൈലർ മെയ്ഡ് സിസ്റ്റം, കോമൺ ആയിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റുന്ന സിസ്റ്റം അല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഞങ്ങൾക്ക് ചാർട്ട്സ് ഉണ്ട്. ഇന്നത് ചെയ്യണം, ഞങ്ങൾ ആഗ്രഹങ്ങൾ ചോദിക്കും. എങ്ങനെയാവണം, നിങ്ങൾ മനസ്സിലുള്ള ഒരു സിനിമാക്കാരുടെ മുഖമാണോ അതുപോലെ മോഡൽസിന്റെ മുഖമാണോ, അതെന്താന്നുള്ളത് ഞങ്ങൾ ചോദിക്കും. അതിനനുസരിച്ച് ഞങ്ങൾ ടൈലർ ചെയ്ത് തരും. ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അത് ലേഡീസ് ആൻഡ് ജെന്റ്സ് മുഖക്കുരുവിന്റെ പ്രശ്നം. വളരെ കോമൺ ആണ്. ഞങ്ങളെ സംബന്ധിച്ചത് ഒരു പ്രശ്നമേ അല്ല. അത് ഞങ്ങൾ വരുമ്പോൾ തന്നെ അത് വേഗം തീർത്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് മുഖക്കുരുവോ അല്ലെങ്കിൽ ഒരു ഫെയർനെസ്സോ അല്ല ഞങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബ്. ഒരാളുടെ ഒരു മുഖത്തെ ഒരു ഷേപ്പ് ഞങ്ങൾ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അമിതമായിട്ടുള്ളൊരു വണ്ണം, അങ്ങനത്തെ ഒക്കെ ഒരു കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലയൻസിന് ഉണ്ടാവുന്ന ഒരു ഇൻസ്റ്റന്റ് അപ്രീസിയേഷനാണ് ഞങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ചാലഞ്ചിങ്. മുഖക്കുരു ഒരു സൗന്ദര്യ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യം, ഇപ്പം ഫേസിന് സംബന്ധമായിട്ടുള്ള ഇപ്പം മുഖക്കുരു ഭയങ്കര ഓയിലിയാണ് സ്കിൻ, അതെങ്ങനെ കറക്റ്റ് ഭയങ്കര ഓപ്പൺ പോർസ് ഉണ്ട്, അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, കറുത്ത കുത്തുകൾ മാത്രം, അതെല്ലാം എവറിത്തിങ് ഇസ് കറക്റ്റബിൾ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വിധത്തിലും കറക്റ്റബിൾ അല്ലാത്തൊരു കോസ്മെറ്റിക് ഇഷ്യൂസ് നമുക്കില്ലാന്ന് തോന്നുന്നുണ്ട്. സ്കാർസ് ആയാലും എല്ലാം എവറിത്തിങ് ഇസ് കറക്റ്റബിൾ. ഈ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇപ്പം കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നില്ല, മേക്കപ്പ് എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗം തന്നെയാണ്. അതിലും അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ
കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിന് യോജിച്ച മേക്കപ്പ് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? ഞങ്ങൾക്ക് തന്നെ അവിടെ ഒരു ട്രയൽ സ്റ്റുഡിയോ ഉണ്ട്. ഞങ്ങളുടെ സെൻറ്ററിൽ തന്നെ ഞങ്ങൾക്കൊരു ഒരു ഒരു മേക്കപ്പ് ട്രയൽ സ്റ്റുഡിയോസ് ഉണ്ട്. കാരണം ചില ഡൗൺ ടൈം പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ഇന്ന ഒരു ലേസർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ പുറത്ത് അപ്പം തന്നെ പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. മിക്ക ലേസേഴ്സും ഇപ്പോൾ ഒരു ഡൗൺ ടൈം എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കോമൺ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ജീവിത രീതി തുടരാം എന്നുള്ളൊരു ഒരു പ്രൊസീജിയേഴ്സ് ആണ് മിക്കതും. ചില വളരെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അത് പറ്റില്ല. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അവിടെ നമ്മുടെ ട്രയൽ സ്റ്റുഡിയോ തന്നെ വി ഷോ ദം ഈ ഒരു കൺസീലേഴ്സ് എന്ന് പറയും. നമ്മൾ കൺസീലേഴ്സ് വെച്ചാൽ മാസ്ക് ചെയ്യുക. ആ ഒരു മേക്കപ്പ് കൺസീലേഴ്സ് ഇന്ന ബ്രാൻഡ് നിങ്ങളുടെ സ്കിന്നിന് പറ്റും, ഇത് ഉപയോഗിച്ചാൽ മതി കുറച്ച് ദിവസത്തേക്കുള്ളതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് നിങ്ങളുടെ ഈ ഒരു കോസ്മെറ്റിക് സ്കിൻ ട്രീറ്റ്മെൻറ്റിൽ ഷെഡ്യൂൾഡ് വിസിറ്റ്സ് അത്യാവശ്യമായിരിക്കും, അതോ ഒരു വൺ ടൈം ട്രീറ്റ്മെന്റ്സ് ആണോ ഇതിൽ പലതും, അതോ ഏതെങ്കിലും ഒക്കെ പിന്നെയും റീവിസിറ്റ്സ് വേണ്ട സാധനങ്ങളാണോ? രണ്ടും ഉണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണോ? യെസ്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ക്ലിനിക്കിലുള്ള ഒരു ഗ്ലൂട്ടതൈൻ ഇഞ്ചെക്ഷൻസ്, ആ ഇഞ്ചെക്ഷൻസ് ഫെയർനെസ്സിനുള്ളതാണ്. ഇത് ആൾക്കാർ ഇഞ്ചെക്ഷൻസ് എന്ന് പറയും വെളുപ്പിക്കാൻ. ആൾക്കാർ ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം അയ്യോ വേണ്ട ഇഞ്ചെക്ഷൻസ് വേണ്ട, അത് ശരിയാവില്ല. നമ്മുടെ ബോഡിയിലുള്ള ഒരു അമിനോ ആസിഡ് ഘടകം അതിനൊന്നും അളവ് കൂട്ടണമെന്നേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ റിസൾട്ട്, ഫാന്റാസ്റ്റിക് റിസൾട്ട്സ് എന്നേ പറയുള്ളൂ. അതിനൊരു സ്കെഡ്യൂൾ ഉണ്ട്. ഇന്ന ദിവസം വന്ന് കുത്തണം. ഇന്നൊരു 4-5 ഡോസ് ചെയ്തതിന് ശേഷം ഞാൻ ഓരോരുത്തരുടെ സ്കിന്നെ അനലൈസ് ചെയ്തിട്ട് ഞാനൊന്ന് സ്പേസ് ചെയ്യും. ഇല്ല ഇനി നമുക്കത് സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്കും അറിയണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതിനനുസരിച്ച് ഞങ്ങൾ ചിലതുണ്ട് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള, ചിലതും വൺ ടൈം വിസിറ്റ്സേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ഫാത്തിമ നിലൂഫർ തൃശ്ശൂരിൽ നിന്നും ലാഫെം എന്ന് പറയുന്ന മാഡത്തിൻ്റെ ഫേമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരു കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റാണ്, ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ്, വർക്ക് ചെയ്യുന്നു, കോസ്മെറ്റിക്സിലേക്ക് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഫീൽഡാണ്. അധികം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു ഫീൽഡിൽ. ഡോക്ടർ തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ ടെക്നോളജിക്കലി കുറച്ചുകൂടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.